രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് രത്നാകരൻ എന്ന വേടൻ വാൽമീകി എന്ന എല്ലാം തികഞ്ഞ മഹർഷിയായതാണ്. 1ഉം 2ഉം ഭാഗങ്ങളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, കാണാത്തവർ കാണുക. അങ്ങനെ രത്നാകരൻ വാൽമീകി മഹർഷിയായി. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും നാരദമുനി വാൽമീകിയെ കാണാനെത്തുന്നു. അപ്പോഴാണ് വാൽമീകി നാരദരോട് ചോദിക്കുന്നത്, 16 ഉത്തമ ഗുണങ്ങൾ തികഞ്ഞ ആരെങ്കിലും മനുഷ്യകുലത്തിൽ നിന്നും ജീവിക്കുന്നുണ്ടോ എന്ന്. അപ്പോഴാണ് നാരദർ ശ്രീരാമനെ കുറിച്ച് വാൽമീകിയോട് വിശദീകരിക്കുന്നത്. അതിനുശേഷം വീണ്ടും വർഷങ്ങൾ കടന്നുപോയി. ഒരു ദിവസം വാൽമീകി തമസാ നദി തീരത്തുള്ള മനോഹരമായ വനത്തിലൂടെ നടക്കുമ്പോൾ ഒരു മരക്കൊമ്പിൽ ക്രൗഞ്ചപക്ഷികളായ ദമ്പതിമാരെ കാണുന്നു. അവ പരസ്പരം കൊക്കുരുമിയും ചെറുകുകൾ കുത്തിമിനുക്കിയും സ്നേഹം പ്രകടിപ്പിച്ചു. കൊഞ്ചിക്കുഴഞ്ഞും അതീവ സന്തോഷത്തോടെ ഇരിക്കുന്ന കാഴ്ച അദ്ദേഹത്തിന് മനം കുളിർപ്പിച്ചു. ആ പക്ഷികളുടെ പരസ്പരം സ്നേഹം കണ്ട് മഹർഷി ഏറെ സന്തോഷിച്ചു. എന്നാൽ ഏറെ താമസിയാതെ അതുവഴി വന്ന ഒരു വേടൻ ആ ഇണപ്പക്ഷികളിൽ ഒന്നിനെ അമ്പെയ്ത് വീഴ്ത്തി. ചോരയൊലിച്ച് അമ്പ് തറച്ച ആൺപക്ഷി മരത്തിൽ നിന്നും താഴെ വീണ് മരിച്ചു. തന്റെ പങ്കാളിയുടെ പെട്ടെന്നുള്ള വിയോഗം കണ്ട് ഭയന്നു വിറച്ച പെൺപക്ഷി ഉച്ചത്തിൽ നിലവിളിക്കാനും ആൺപക്ഷിയുടെ ശരീരത്തിന് ചുറ്റും പറന്ന് കരയാനും തുടങ്ങി. ആ കാഴ്ച അതീവ ദയനീയവും ഹൃദയഭേദകവുമായിരുന്നു. വാൽമീകിയുടെ എല്ലാ സന്തോഷവും ഒരു നിമിഷം കൊണ്ടില്ലാതായി. സ്നേഹത്തിലായിരുന്ന നിഷ്കളങ്കരായ ആ പക്ഷികളോട് വേടൻ കാണിച്ച ക്രൂരത കണ്ട് വാൽമീകി മഹർഷിയുടെ ഉള്ളിൽ അളവറ്റ ദുഃഖവും ഒപ്പം കടുത്ത കോപവും ഉണ്ടായി. ആ അവസ്ഥയിൽ അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് വേടനെ ശപിച്ചുകൊണ്ട് ചില വാക്കുകൾ പുറത്തു വന്നു. അതായിരുന്നു ലോകത്തിലെ സംസ്കൃതത്തിലുള്ള ആദ്യത്തെ ശ്ലോകം. മാനിഷാദ പ്രതിഷ്ഠാം ത്വമഗമ ശാശ്വതീ സമ യത് ക്രൗഞ്ചമിതുനാദേകമവധി കാമമോഹിതം. ഹേ വേട, കാമമോഹിതരായി കഴിഞ്ഞിരുന്ന ക്രൗഞ്ച പക്ഷികളിൽ ഒന്നിനെ ക്രൂരമായി കൊന്നതിനാൽ നിനക്ക് ഇനി ഈ ഭൂമിയിൽ ഒരിക്കലും സമാധാനവും കീർത്തിയും ലഭിക്കാതിരിക്കട്ടെ. അത് വാൽമീകിയുടെ ശാപവാക്കുകളായിരുന്നു. ആ കോപവാക്കുകളും ശാപവാക്കുകളുമായിരുന്നു ആദ്യത്തെ ശ്ലോകം. തന്റെ കോപവും ശോകവും ശ്ലോകമായി മാറിയ നിമിഷം അത് തിരിച്ചറിഞ്ഞപ്പോൾ വാൽമീകി സ്വയം അത്ഭുതപ്പെട്ടു. താൻ ദേശത്തിൽ പറഞ്ഞ വരികൾ കൃത്യമായ അക്ഷരക്കൂട്ടത്തോടെയും ലയത്തോടെയും ഒരു പാട്ടുപോലെയാണ് പുറത്തു വന്നത്. എന്റെ ഉള്ളിലെ ശോകമാണ് ശ്ലോകമായി പുറത്തു വന്നത് എന്ന് അദ്ദേഹം തന്റെ ശിഷ്യനായ ഭരദ്വാജനോട് പറയുകയും ചെയ്തു. ഈ സംഭവത്തിന് ശേഷം പ്രപഞ്ച സൃഷ്ടാവായ ബ്രഹ്മാവ് വാൽമീകിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും ഒരു ദിവ്യദൃഷ്ടിവരം നൽകുകയും ചെയ്തു. ശ്രീരാമന്റെയും സീതയുടെയും ലക്ഷ്മണന്റെയും രാക്ഷസന്മാരുടെയും ജീവിതത്തിൽ പരസ്യമായി നടന്നതും ആരും കാണാതെ രഹസ്യമായി നടന്നതുമായ എല്ലാ കാര്യങ്ങളും, അവരുടെ മനസ്സിലെ ചിന്തകൾ പോലും നിനക്ക് നിന്റെ ദിവ്യദൃഷ്ടിയാൽ കാണാൻ സാധിക്കുമെന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു. ബ്രഹ്മാവിന്റെ നിർദ്ദേശപ്രകാരം വാൽമീകി മഹർഷി ആശ്രമത്തിൽ തിരിച്ചെത്തി കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് ധ്യാനത്തിൽ മുഴുകി. ബ്രഹ്മാവ് നൽകിയ ദിവ്യദൃഷ്ടിയാൽ ശ്രീരാമന്റെ ജനനം മുതൽ കാട്ടുയാത്രയും രാവണവധവും വരെയുള്ള എല്ലാ സംഭവങ്ങളും മനോദർപ്പണത്തിൽ തെളിയിച്ചെടുത്ത് രാമായണ കഥ എഴുതാൻ തുടങ്ങി. തുടർന്ന് അദ്ദേഹം 24,000-ഓളം ശ്ലോകങ്ങളിലായി 7 ഖണ്ഡങ്ങളുള്ള രാമായണം പൂർണ്ണമായും എഴുതി തീർത്തു. കാവ്യം എഴുതി കഴിഞ്ഞപ്പോൾ വാൽമീകി ഇത് ആരെയെ കൊണ്ട് പാടിപ്പിക്കും എന്ന് ആലോചിച്ചു. ആ സമയത്താണ് അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ വളർന്നിരുന്ന ശ്രീരാമന്റെ മക്കളായ ലവകുശന്മാരെ ഓർത്തതും അവരെ വാൽമീകി മഹർഷി ഈ 24,000 ശ്ലോകങ്ങളും ഈണത്തിൽ പാടാൻ പഠിപ്പിച്ചതും. പിന്നീട് അയോധ്യയിൽ ശ്രീരാമൻ നടത്തിയ അശ്വമേധ യാഗശാലയിൽ വെച്ച് ലവനും കുശനും ഈ രാമായണ കഥ പാടിക്കേൽപ്പിച്ചതും. തങ്ങളുടെ അച്ഛനായ ശ്രീരാമന്റെ കഥയാണ് തങ്ങൾ പാടുന്നതെന്ന് ലവകുശന്മാർക്ക് അറിയില്ലായിരുന്നു. സ്വന്തം മക്കളാണ് ഇത് ആലപിക്കുന്നതെന്ന് ശ്രീരാമനും അപ്പോൾ അറിയില്ലായിരുന്നു. വാൽമീകി എഴുതിയ രാമായണത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ഭക്തി ചേർത്ത് തുഞ്ചത്തെഴുത്തച്ഛൻ എഴുതിയതാണ് രാമായണം കിളിപ്പാട്ട്.